അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. യുവ കലാസാഹിതി മൂവാറ്റുപുഴ മണ്ഡലം കൺവെൻഷൻ നടന്നു. മുരളി ഭവനിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ജോസഫ് ഐസക് ഉദ്ഘാടനം ചെയ്തു. യുവകലാസാഹിതി മൂവാറ്റുപുഴ മണ്ഡലം കൺവെൻഷൻ മുരളി ഭവനിൽ കെ എ സുധി നഗറിൽ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ജോർജ് ഐസക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കലാസാംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ച് നമുക്കറിയാലോ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കേൾക്കാതെ നമ്മൾ വായിച്ചിട്ടുണ്ട് പലരും. ഈ നാടകം ആണ് വാസ്തവത്തിൽ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അധികാരത്തിലേക്ക് എന്ന് പറയാം 1957 എനിക്ക് തോന്നുന്നു EMSന്റെ നേതൃത്വത്തിലൂടെ ഇടതുപക്ഷ ഗവൺമെന്റ് രൂപീകരണമാണ്. അത് രൂപീകരണമാകുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞതാണ് നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന നാടകമാണ് അതിനെ ഏറെ സഹായിച്ചെന്ന് പറയാം. അതുപോലെ അനേക കലാകാരന്മാർ നാടകം മാത്രമല്ല, ഈ കഥാപ്രസംഗവും മറ്റ് സാഹിത്യ പ്രവർത്തനങ്ങളും നടത്തുന്ന ആളുകളുടെയൊക്കെ ഒരു കൂട്ടായ്മ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് യുവരാസാഹിതി ഉൾപ്പെടെയുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനം ഫലമായിട്ടാണ്. യുവരാസാഹിതി 1975 യഥാർത്ഥ രൂപീകരണമാകുന്നത്. അതിനു മുമ്പ് തന്നെ ഈ കലാകാരന്മാരുടെയും സാഹിത്യ പ്രവർത്തകരുടെയും പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് 1957 തോന്നുന്നു. 57 അല്ലേ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് 57. യുവകലാസാഹിതി മണ്ഡലം സെക്രട്ടറിയായി KP സബീഷിനെയും പ്രസിഡന്റായി PV ജോയിയെയും വൈസ് പ്രസിഡന്റുമാരായി PA സുബൈർ, അബു അലി എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി നൌഷാദ് പ്ലാമൂട്ടിൽ, സാഗർ മമ്മൂട്ടി എന്നിവരെയും 15-അംഗ കമ്മിറ്റി അംഗങ്ങളായി കൺവെൻഷനിൽ തെരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറി ജോർജ് വെട്ടിക്കുഴി, ജോളി പൊട്ടയ്ക്കൽ, KP അലിക്കുഞ്ഞ്, CM ഇബ്രാഹിം കരീം തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.